Hi everyone, troubleshooting. Troubleshooting of voltage stabilizer അതുപോലെ യു പി എസ് ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ബാക്കിയുള്ളത് ബാറ്ററി ചാർജർ അതുപോലെ നമ്മുടെ ഇൻവേർട്ടർ ഇതിൻ്റെയൊക്കെ ട്രബിൾ ഷൂട്ടിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ബാറ്ററി ചാർജർ. ഒരു ബാറ്ററി ചാർജറിൻ്റെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണ്, സെക്ഷൻ ടു ബി സസ്പെക്റ്റഡ്, അങ്ങനെ ഓരോ പ്രോബ്ലംസ് വരുവാണെങ്കിലും ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഏത് ഭാഗങ്ങളിലൊക്കെയാണ് കേടുകൾ വന്നിട്ടുണ്ടാവുക എന്നുള്ളത്, അതുപോലെ പോസിബിൾ കോസ് ഓഫ് ഡിഫെക്ട്സ് അതിൻ്റെ കാരണം എന്തൊക്കെയായിരിക്കും, നമുക്ക് എടുക്കാവുന്ന ആക്ഷൻസും. അല്ല ഫസ്റ്റ് വൺ ബാറ്ററി ചാർജറിനകത്ത് നോ ഡി സി വോൾട്ടേജ് അറ്റ് ദ ചാർജിങ് ടെർമിനൽ. ചാർജിങ് ടെർമിനലിൽ ഡി സി വോൾട്ടേജ് വരുന്നില്ല, അതായത് മെയിൻസ് നിന്ന് ചാർജ് ചെയ്യാനുള്ള വോൾട്ടേജ് അതിൻ്റെ അറ്റത്തേക്ക് എത്തുന്നില്ല. ചാർജിങ് ടെർമിനലിൽ ഡി സി വോൾട്ടേജ് അവൈലബിൾ അല്ല. ഫോൾട്ടി അമ്മീറ്റർ, ഫസ്റ്റ് കേസിൽ അമ്മീറ്ററിൽ ഓപ്പൺ സർക്യൂട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഏജ്ഡ് ഒന്നുകിൽ ഏജ് ഓവർ ആയിട്ടുള്ള പ്രശ്നം, അതല്ല എന്നുണ്ടെങ്കിൽ ഓവർ കറണ്ട് വന്നതുകൊണ്ടായിരിക്കാം. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, അമ്മീറ്റർ റീപ്ലേസ് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ ബ്ലോൺ ഫ്യൂസ് ബ്ലോൺ ഔട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഓവർ കറണ്ട് വന്നതുകൊണ്ടായിരിക്കണം, ഫ്യൂസ് റീപ്ലേസ് ചെയ്യാം. ദെൻ ഫോൾട്ടി റെക്ടിഫയേഴ്സ് ഡയോഡ്. റെക്ടിഫയറിൽ നിന്നുമാണ് നമുക്ക് ഡി സി ഔട്ട്പുട്ട് കിട്ടുന്നത്. റെക്ടിഫയറിൻ്റെ ഡി സി ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവില്ല. സോ റെക്ടിഫയറിൽ ഡയോഡിൽ എന്തെങ്കിലും ഫോൾസ് വന്നിട്ടുണ്ടായിരിക്കും. സോ ഏജ് വന്നു കഴിഞ്ഞാൽ ഡയോഡ് അങ്ങനെ കേടുവരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓവർലോഡിങ് വന്നിട്ട് ഡയോഡ് അടിച്ചു പോയതായിരിക്കും. എന്തായാലും നമ്മൾ എല്ലാ ഡയോഡുകളും റീപ്ലേസ് ചെയ്യുക. ഡയോഡ് റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ നമുക്ക് എല്ലാ ഡയോഡുകളും റീപ്ലേസ് ചെയ്ത് നോക്കാം. ദെൻ ഡിഫക്റ്റീവ് ട്രാൻസ്ഫോമറിൽ ഡിഫക്ട്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഏജിങ് ആയത് കാരണം ട്രാൻസ്ഫോമറിൽ ഡിഫക്ട്സ് വരാം, അല്ലെങ്കിൽ ഓവർലോഡ് ആയത് കാരണം വരാം. ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ഫോൾട്ടി റിലേ കോണ്ടാക്ട്സിൽ എന്തെങ്കിലും കുഴപ്പം, സോ കോണ്ടാക്ട്സ് ശരിക്കും വീഴാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. സോ റിപ്പീറ്റഡ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ, റിപ്പീറ്റഡ് ആയിട്ട് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ റിലേയുടെ കോണ്ടാക്ട്സിന് തകരാറുകൾ വരാറുണ്ട്. കോണ്ടാക്ട്സ് റീപ്ലേസ് ചെയ്യാം. ദെൻ ഓപ്പൺ റിലേ കോയിൽ ഓപ്പൺ ആയിട്ടിരിക്കുക, അവിടെ എന്തെങ്കിലും ഓപ്പൺ സർക്യൂട്ട് വന്നിട്ടുണ്ടാവും. ഓവർ വോൾട്ടേജ് അല്ലെങ്കിൽ ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ റിലേയിൽ ഓപ്പൺ സർക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. റിലേ റീപ്ലേസ് ചെയ്യാം. ദെൻ മെയിൻ ഫ്യൂസ് ബ്ലോൺ ആയി പോയിട്ടുണ്ടാവും. സോ മെയിൻ എന്നേ റെക്ടിഫയറിലേക്ക് ഇൻപുട്ട് വരുന്നുണ്ടാവില്ല. ഓവർലോഡിങ് വരുന്ന കേസിലായിരിക്കും മെയിൻ ഫ്യൂസ് ബ്ലോൺ ഔട്ടായി പോവുക. ഫ്യൂസ് നമ്മൾ മാറ്റി കൊടുക്കുക. നോ ലിങ്ക് ബിറ്റ്വീൻ ദ മീറ്റർ ടു ബാറ്ററി. മീറ്ററും ബാറ്ററിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, കാരണം അവിടെ ലൂസ് കണക്ഷൻ വന്നിട്ടുണ്ടാവും, അവിടുത്തെ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടാവും. സോ നമ്മൾ കണക്ഷൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫക്റ്റീവ് ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഡിഫക്റ്റീവ് ആവുക, നോർമലി ഓവർലോഡിങ് കൊണ്ടായിരിക്കാം. ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ലോ ടെർമിനൽ വോൾട്ടേജ്. ആദ്യം പറഞ്ഞത് ടെർമിനൽ വോൾട്ടേജ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല, ഇവിടെ ടെർമിനൽ വോൾട്ടേജ് കുറവാണ് എന്നാണ് പറഞ്ഞത്. എനി വൺ ഓഫ് ദി ഡയോഡ് ഓപ്പൺ സർക്യൂട്ടഡ്, ഏതെങ്കിലും ഒരു ഡയോഡ്, 4 റെക്ടിഫയറിൽ 4 ഡയോഡ് ഏതെങ്കിലും ഒരെണ്ണം എന്തെങ്കിലും ഓപ്പൺ സർക്യൂട്ട് വന്നിട്ടുണ്ടാവും. ഏജിങ് പ്രോബ്ലം ആയിരിക്കും മെയിൻ ആയിട്ടുണ്ടാവുക. സോ എന്ത് ചെയ്യുക, 4 ഡയോഡുകളും റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. പാർഷ്യൽ ഷോർട്ട് ഇൻ ദ ട്രാൻസ്ഫോമറിൽ ഒരു പാർഷ്യലായിട്ട് ഷോർട്ട് സർക്യൂട്ട് വരികയാണെങ്കിൽ, ഓവർ ഹീറ്റ് കാരണമായിരിക്കും ട്രാൻസ്ഫോമറിൽ അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് വരാൻ ചാൻസ് ഉള്ളത്, അതിൻ്റെ ഇൻസുലേഷനൊക്കെ പോയിട്ട്. സോ ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദ നെക്സ്റ്റ് തേർഡ് പ്രോബ്ലം ആയിട്ട് പറയുന്നത് നോ ഓട്ടോമാറ്റിക് ചാർജിങ് വോൾട്ടേജ് കട്ട് ഓഫ്. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചാർജിങ് വോൾട്ടേജ് കട്ട് ഓഫ് വരുന്നില്ല. സോ ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് വരണം. വോൾട്ടേജ് സപ്ലൈ പിന്നെ റെക്ടിഫയറിലേക്ക് കൊടുക്കാൻ പാടില്ല. അതങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? ഡിഫക്റ്റീവ് പൊട്ടൻഷ്യോമീറ്റർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേനെ എനർജൈസ് ചെയ്ത് വെക്കുന്നത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻട്രൽ ടാപ്പ് വഴിയാണ്. പൊട്ടൻഷ്യോമീറ്റർ ഡിഫക്റ്റീവ് ആവണമെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പൊട്ടൻഷ്യോമീറ്റർ വഴിയാണ് റിലേയിലേക്ക് അതിന് സപ്ലൈ എത്തുന്നത്, സോ ആ ഇൻഫോർമേഷൻ എത്തുന്നത്. അപ്പോൾ ഡിഫക്റ്റീവ് പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കില്ല. ലോങ് യൂസ്, ഒരുപാട് കാലമായിട്ട് അത് ഉപയോഗിക്കുന്ന പൊട്ടൻഷ്യോമീറ്റർ ആണെങ്കിൽ കേടുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഡ്രൈവർ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടഡ് ആവുക. ഏജിങ് പ്രോബ്ലം ആയിരിക്കും മെയിനായിട്ടും ഡയോഡുകൾ അങ്ങനെ ഓപ്പൺ സർക്യൂട്ടഡ് ആവുകയാണെങ്കിൽ കാരണം. റീപ്ലേസ്ഡ് 2 ഡയോഡ്സ്, 2 ഡയോഡുകൾ നമ്മൾ എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം. ഇവിടെ ഡ്രൈവർ ഡയോഡ് എന്ന് പറയുമ്പോൾ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് D7 ആണ് പറയുന്നത്. D7 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡയോഡാണ്. D7ഉം D8 ഒക്കെയാണ് ഡ്രൈവർ ഡയോഡ് എന്ന് പറയുന്നത്.
ദെൻ ഡിഫക്റ്റീവ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഡിഫക്റ്റീവ് ആവുക, ഏജിങ് ആയിരിക്കാം, കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഡിഫക്റ്റീവ് കപ്പാസിറ്റർ എന്ന് പറയുമ്പം C1 എവിടെയാണ് വരുന്നത്? C1 കപ്പാസിറ്ററിൽ ഡിഫക്റ്റീവ് വരുമ്പോഴാണ്, ഇതാണ് C1 കപ്പാസിറ്റർ ഡിഫക്റ്റീവ് ആകുമ്പോഴാണ്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഡിഫക്റ്റീവ് ആകുമ്പോൾ ഏജിങ് ആകുമ്പം അങ്ങനെ ചാർജിങ് വോൾട്ടേജ് കട്ട് ഓഫ് വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കൺട്രോൾ സർക്യൂട്ട് റെക്ടിഫയർ ഡയോഡ് ഓപ്പൺ, കൺട്രോൾ സർക്യൂട്ടിൻ്റെ റെക്ടിഫയർ ഡയോഡ് ഓപ്പൺ ആയിട്ട് വരിക, ഏജിങ് ഓവർ കറണ്ട് ഉണ്ടാവാം, ഏജിങ് ഉണ്ടാവാം. ഇപ്പോൾ എന്ത് ചെയ്യുക, D5ഉം D6ഉം ആണ് നമ്മുടെ 2 ഡയോഡുകൾ വരുന്നത്. ഇതാണ് റെക്ടിഫയർ സർക്യൂട്ട്. കൺട്രോൾ സർക്യൂട്ടിലെ റെക്ടിഫയർ സർക്യൂട്ട് ഈ ഭാഗത്താണ്, അവിടെയാണ് 2 ഡയോഡ് വരുന്നത്, D5ഉം D6ഉം. D5 ഉണ്ട്, D6 ഉണ്ട്. അപ്പോൾ ഈ 2 എണ്ണം ഓപ്പൺ സർക്യൂട്ട് വന്നിട്ടുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ LT വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഓപ്പൺ, ട്രാൻസ്ഫോമറിൻ്റെ ലോ ടെൻഷൻ സൈഡിൽ ഓപ്പൺ സർക്യൂട്ട് വരാം, ഏജിങ് ആയിരിക്കാം, ഓവർ കറണ്ട് ആവാം. പുതിയ ട്രാൻസ്ഫോമർ വെച്ച് കൊടുക്കുക. X3 ആണ് ട്രാൻസ്ഫോമർ പറയണത്, ഇവിടെ പുതിയ ട്രാൻസ്ഫോമർ മാറ്റി കൊടുക്കുക. LT ഫ്യൂസ് ഓപ്പൺ, ലോ ടെൻഷൻ സൈഡിൽ ഫ്യൂസ് ഓപ്പൺ സർക്യൂട്ട് ആവും. ലോ ടെൻഷൻ സൈഡിൽ ഫ്യൂസ് എന്ന് പറയുമ്പം F2 ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂസ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഡിഫക്റ്റീവ് ഓക്സിലറി റിലേ ടെർമിനലിൻ്റെ ഓക്സിലറി റിലേയിൽ ഡിഫക്റ്റീവ് വരിക, ഡിഫക്റ്റീവ് ഓക്സിലറി റിലേ ടെർമിനലിൽ ഡിഫക്റ്റീവ് വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ഓപ്പറേഷൻ, ക്ലോസിങ്ങും ഓപ്പണിങ്ങും റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തകരാറുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളതിൻ്റെ കോണ്ടാക്ട്സിലായിരിക്കും പ്രോബ്ലം വരിക. കോണ്ടാക്ട്സ് മാറ്റി കൊടുക്കുക. RL1B ആണ് പറയണത്. RL1B എന്ന് പറയുന്നത് ഈ കോണ്ടാക്റ്റ്. ആ കോണ്ടാക്റ്റിൽ ഡിഫക്ട്സ് വരുമ്പോഴായിരിക്കും. സോ നമ്മൾ കോണ്ടാക്ട്സ് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ദെൻ ഇറഗുലർ ഓവർ വോൾട്ടേജ് കട്ട് ഓഫ്. ദെൻ 4th ആയിട്ടൊരു പ്രോബ്ലം പറയുന്നത് ഇറഗുലർ ഓവർ വോൾട്ടേജ് കട്ട് ഓഫ്. ഓവർ വോൾട്ടേജ് കട്ട് ഓഫ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതുപോലെയല്ല, അത് ഇറഗുലർ ആയിട്ടാണ് വരുന്നത്. ഒരിക്കൽ ഒരു വോൾട്ടേജിൽ കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ വേറൊരു വോൾട്ടേജിലായിരിക്കും കട്ട് ഓഫ് വരിക. അപ്പോൾ ഇറഗുലർ ആയിട്ടാണ് അത് വരുന്നത്. റെഗുലർ ആയിട്ടുള്ളൊരു വോൾട്ടേജ് കട്ട് ഓഫ് നമുക്ക് കിട്ടുന്നില്ല. നേരത്തെ എന്താ പറഞ്ഞാൽ നമ്മൾ ഓട്ടോ വോൾട്ടേജ് കട്ട് ഓഫിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നോർമലി നമ്മൾ ആദ്യമേ എന്ത് ചിന്തിക്കുക, നമ്മൾ ഡിഫക്റ്റീവ് പൊട്ടൻഷ്യോമീറ്റർ, അവിടുന്ന് ആദ്യമേ വരുന്ന പൊട്ടൻഷ്യോമീറ്ററിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമായിരിക്കും. ലൂസ് കോൺടാക്ട് ഇൻ ദ ഡിസ്കിൽ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഡിസ്കിലെ ട്രാക്കിൽ എന്തെങ്കിലും ലൂസ് കോൺടാക്ട് ഉണ്ടാവും. പൊട്ടൻഷ്യോമീറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. VP1 എന്ന് പറയുന്ന പൊട്ടൻഷ്യോമീറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. സോ അതാണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഷോർട്ടഡ് ഡ്രൈവർ ഡയോഡിൽ ഷോർട്ട് സർക്യൂട്ട് വരിക, ഏജിങ് അല്ലെങ്കിൽ ഓവർ കറണ്ട്. ഡ്രൈവർ ഡയോഡ് എന്ന് പറയുമ്പോൾ D7 ആണ്, അതെവിടെ D7. ദെൻ നെക്സ്റ്റ് വൺ, ലൂസ് ഇൻ ദ റിലേ കോണ്ടാക്ട്സ്, ലീക്കി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. റിലേ കോണ്ടാക്ട്സ് ലൂസ് ആയിട്ടാണെങ്കിൽ റിപ്പീറ്റഡ് ക്ലോസിങ് ഓപ്പണിങ്ങും കാരണമായിരിക്കും വരിക. കോണ്ടാക്ട്സ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ കപ്പാസിറ്റർ ഏജിങ് ആവുകയാണെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഒരു ബാറ്ററി ചാർജറിൻ്റെ കേസിൽ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ടുകൾ പറയുന്നത്. അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് വരാനുള്ളതും നമുക്ക് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, എന്തൊക്കെ ആക്ഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് ബാറ്ററി ചാർജറിൻ്റെ കേസിലാണ് ഇത്രയും പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട് ഫോർ എമർജൻസി ലൈറ്റ്. ഒരു എമർജൻസി ലൈറ്റിൻ്റെ കേസിൽ ട്രബിൾ ഷൂട്ടിംഗ് ചാർട്ട്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ലാമ്പ് ഡെഡ് ഇൻ ബോത്ത് കണ്ടീഷൻ. 2 കണ്ടീഷനിലും ലാമ്പ് ഡെഡായി പോകുന്നത്. ഡിഫക്റ്റീവ് ട്യൂബ്, ഒന്നുകിൽ ട്യൂബ് ഡിഫക്റ്റീവ് ആയിരിക്കും. കാരണം എന്തായിരിക്കും, ട്യൂബ് ഏജിങ് ആയി കഴിഞ്ഞാൽ ട്യൂബിന് കേടുവരാം, ട്യൂബ് മാറ്റി കൊടുക്കാം. ഡിഫക്റ്റീവ് ഇൻവേർട്ടർ ട്രാൻസ്ഫോമറിൽ ഡിഫക്ട്സ് വരിക, ഓവർലോഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ ഏജിങ് ആയിരിക്കാം. ഇൻവേർട്ടർ ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഡിഫക്റ്റീവ് ഡ്രൈവറിൽ ഡിഫക്റ്റീവ് വരികയാണെങ്കിൽ ഓവർലോഡിങ് അല്ലെങ്കിൽ ഏജിങ് ട്രാൻസിസ്റ്റർ ആയിരിക്കും. അതിന് ട്രാൻസിസ്റ്റർ പോർഷനിൽ ഏജിങ് അല്ലെങ്കിൽ ഓവർലോഡിങ് വരുമ്പോഴായിരിക്കും ആ പ്രശ്നം വരിക. സോ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസിസ്റ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്, ആ നമ്പറിലുള്ള ട്രാൻസിസ്റ്റർ ഒന്ന് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ ലാമ്പ് ഔട്ട് ഗ്ലോയിങ് ഇഫ് AC ഫെയിൽസ്. AC ഫെയിലായാൽ ലാമ്പ് ഔട്ടായി പോവുക. അതായത് ലോ ആയിരിക്കാം അല്ലെങ്കിൽ ഡെഡ് ബാറ്ററി ആയിരിക്കും. ബാറ്ററി ഡെഡായി പോകുന്ന കേസിൽ ചാർജിങ് നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ AC ഫെയിലായി കഴിയുമ്പം ലാമ്പ് ഗ്ലോ ചെയ്യുന്നുണ്ടാവില്ല. AC ഫെയിലായി കഴിഞ്ഞാൽ നോർമലി ലാമ്പ് എന്ത് ചെയ്യണം, AC മെയിൻസ് നിന്ന് സപ്ലൈ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലാമ്പ് ഓട്ടോമാറ്റിക്കലി ഗ്ലോ ചെയ്യണം.
പക്ഷെ ഗ്ലോ ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഒന്നുകിൽ അതിൽ വോൾട്ടേജ് എ സിയിൽ നമ്മുടെ ചാർജ് കുറവായിരിക്കും, ബാറ്ററിയിൽ ചാർജ് കുറവായിരിക്കും, അല്ലെങ്കിൽ ബാറ്ററി ഇറ്റ്സെൽഫ് ഡെഡായി പോയിട്ടുണ്ടാവും. അതായത് എ സി ഉണ്ടായിരുന്ന സമയത്ത് ബാറ്ററി ചാർജ് ആവുന്നുണ്ടാവില്ല. സോ അത് ബാറ്ററിയുടെ കേടായിരിക്കും, ഏജിങ് ആയിരിക്കും പ്രോബ്ലം. ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദ നെക്സ്റ്റ് വൺ, ട്രബിൾ ഷൂട്ടിംഗ് ഓഫ് ഇൻവെർട്ടർ. ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ട് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് നോക്കാം. ഫസ്റ്റ് വൺ, ഔട്ട്പുട്ട് ഡെഡ് ആയി പോയിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറിന് സപ്ലൈ പുറത്തേക്ക് ഔട്ടിലേക്ക് സപ്ലൈ കിട്ടുന്നുണ്ടാവില്ല. ഒന്നുകിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ DC സോഴ്സിലായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക. അതായത് അതിലേക്കുള്ള ബാറ്ററി സപ്ലൈയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. സോ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൽ പ്രോബ്ലം വന്നതാണെങ്കിൽ ട്രാൻസ്ഫോമർ ഓപ്പൺ ഓർ ഷോർട്ട്, ട്രാൻസ്ഫോമർ ഓപ്പൺ സർക്യൂട്ട് ആവാം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആവാം, ട്രാൻസ്ഫോമർ റെക്ടിഫൈ ചെയ്യാം. ദെൻ CT ആൻഡ് ട്രാൻസ്ഫോമർ ഓപ്പൺ, അതിൻ്റെ CTയോ ട്രാൻസ്ഫോമറോ ഓപ്പൺ ആയിട്ടുണ്ടാവും. റെക്ടിഫൈ ദ CT കണക്ഷൻ ആ കേസിൽ നമ്മൾ റെക്ടിഫൈ ചെയ്യാം. ദെൻ നോ DC ഫ്രം ദ ബാറ്ററി. DC സോഴ്സിലെ പ്രശ്നമാണെങ്കിൽ ബാറ്ററിയിൽ നിന്നും DC സപ്ലൈ വരുന്നുണ്ടാവില്ല. സോ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയിരിക്കും, ബാറ്ററി റീപ്ലേസ്ഡ് ആയി കൊടുക്കുക. അപ്പോൾ ബാറ്ററി എല്ലാം കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദ നെക്സ്റ്റ് വൺ, അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ലോ ഓർ ഹൈ ഫ്രീക്വൻസി. ഒന്നുകിൽ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള വേവ് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇൻവെർട്ടറിൻ്റെ പുറത്തേക്ക് കിട്ടുന്നത്. നോർമൽ ഫ്രീക്വൻസി അല്ലാതെ ലോ ഓർ ഹൈ ഫ്രീക്വൻസിയിൽ പുറത്തു വരാം. ഇവിടെ ഫ്രീക്വൻസീനെ മെയിനായിട്ട് നിശ്ചയിക്കുന്നത് ഏത് പാർട്ടായിരുന്നു? നമ്മുടെ ഇൻവെർട്ടറിനകത്ത് ഓസിലേറ്റർ IC ആണ് അവിടെ ഓൾട്ടർനേറ്റീവ് വേവ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 555 IC ഉണ്ടാവും ഓസിലേറ്റർ ICക്കകത്ത്. IC ഫോൾട്ട് ആയി പോകുന്നതായിരിക്കും, നമ്മൾ IC എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദ നെക്സ്റ്റ് വൺ, കൺട്രോൾ IC എന്ന് പറയുമ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ്. കൺട്രോൾ സർക്യൂട്ടിനകത്ത് വരുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ICs ആണ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ICക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ ഫ്രീക്വൻസിക്കകത്ത് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, IC റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. നോ സപ്ലൈ ടു IC. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ICയിലേക്ക് സപ്ലൈ വരുന്നുണ്ടാവില്ല, കാരണം അതിന് സീരീസ് ആയിട്ട് വരുന്ന റെസിസ്റ്റർ ഓപ്പൺ ആയിരിക്കും. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ICക്ക് സീരീസ് ആയിട്ട് വരുന്ന റെസിസ്റ്ററിൽ എന്തെങ്കിലും ഓപ്പൺ സർക്യൂട്ട് വന്നു കഴിഞ്ഞാലും സെയിം പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക, നമ്മൾ ആ റെസിസ്റ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. റെസിസ്റ്റർ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ടാണെങ്കിൽ റെസിസ്റ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ദെൻ കപ്പാസിറ്റർ കണക്റ്റഡ് ടു IC 555 ഷോർട്ടഡ്. 555 ICയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്റർ ഷോർട്ടായി പോവുക. ഇത്രയുമാണ് കപ്പാസിറ്ററിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ കപ്പാസിറ്റർ ഫുള്ളി, അതായത് ഫോൾട്ടി കപ്പാസിറ്റർ എന്ത് ചെയ്യുക, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അതിന് വേണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ലോ വോൾട്ടേജ്, ഫ്രീക്വൻസി ഓക്കെയാണ് പക്ഷേ വോൾട്ടേജ് കുറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡ്രൈവർ ട്രാൻസിസ്റ്ററിലായിരിക്കും പ്രോബ്ലം. ഡ്രൈവർ ട്രാൻസിസ്റ്റർ ഫോൾട്ട് ആയിരിക്കും, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ചാർജ് ദ ട്രാൻസിസ്റ്റർ ചാർജ് ചെയ്ത് കൊടുക്കുക. ദെൻ പവർ ട്രാൻസിസ്റ്റർ, ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ. പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ടിൽ വരുന്ന പോർഷനാണ് പവർ ട്രാൻസിസ്റ്റർ. ഇത്രയും ഭാഗമാണ് പവർ ട്രാൻസിസ്റ്റർ വരുന്നത്. പവർ ട്രാൻസിസ്റ്ററിൽ പ്രോബ്ലംസ് വരുവാണെങ്കിൽ ഫോൾട്ട് ഇൻ ദ പവർ ട്രാൻസിസ്റ്ററിൽ എന്തെങ്കിലും ഫോൾട്ട്സ് ഉണ്ടായിരിക്കും. പവർ ട്രാൻസിസ്റ്റർ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. 2 പവർ ട്രാൻസിസ്റ്റർ ബാങ്കാണ് അവിടെ വരുന്നത്. ഫോൾട്ട് ഇൻ ദ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജ് പുറത്ത് കിട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പ് അപ്പ് ആ ട്രാൻസ്ഫോമറിൽ നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും പാർഷ്യൽ ഷോർട്ട് ഇൻ ദ വൈൻഡിങ്ങോ, ഏതെങ്കിലും വൈൻഡിങ്ങിൽ പാർഷ്യൽ ഷോർട്ടേജോ എന്തെങ്കിലും ഉണ്ടാവും. സോ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോമറിൽ റെക്ടിഫിക്കേഷൻ നടത്തുക. ഫോൾട്ട് റെക്ടിഫൈ ചെയ്യുക ഓർ റീപ്ലേസ് ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്യേണ്ട കേസിലാണെങ്കിൽ ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ പോർഷൻ. അപ്പോൾ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടില്ല, ഔട്ട്പുട്ട് സൈഡിൽ കിട്ടില്ല. സോ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ദെൻ ഫ്രീക്വൻറ്റ് കട്ട് ഓഫ് ദി ഔട്ട്പുട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ കട്ട് ഓഫ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പ്രശ്നം, ബാറ്ററിയിൽ പ്രോപ്പറായിട്ടുള്ള ചാർജിങ് നടക്കുന്നുണ്ടാവില്ല, ഓർ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കും. സോ നമുക്ക് വേണ്ടത്ര ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ജസ്റ്റ് നമുക്ക് അറിയാം ഇൻവേർട്ടറിൽ പ്രോപ്പറായിട്ടുള്ള സപ്ലൈ ബാറ്ററിയിൽ ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബാറ്ററി അത്രയും ഫുള്ളി ചാർജ്ഡ് അല്ലെങ്കിൽ നമ്മളതിനെ പുറത്തേക്ക് AC എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ഓഫായി ഓണായി വരുന്നത് കാണാം. അതായത് പ്രോപ്പറായിട്ട് AC ഡിവൈസ് വർക്ക് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ലോ ആംപിയർ അവർ കപ്പാസിറ്റർ ഓഫ് ദ ബാറ്ററി, ഒന്നുകിൽ ബാറ്ററിയുടെ ആംപിയർ അവർ കപ്പാസിറ്റർ കുറവായിരിക്കും. നമ്മൾ കണക്ട് ചെയ്ത് അത്രയും ലോഡ് താങ്ങാനുള്ള ആംപിയർ അവർ കപ്പാസിറ്റി ഈ ബാറ്ററിക്കകത്ത് ഉണ്ടാവില്ല.
അതല്ലെങ്കിൽ ബാറ്ററി അപ്പോൾ സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ബാറ്ററി റീപ്ലേസ് ചെയ്ത് പ്രോപ്പർ കപ്പാസിറ്റി ഉള്ള ബാറ്ററി വെക്കുക. ദെൻ ഫോൾട്ട് ഇൻ ദ IC, ചിലപ്പോൾ ICയിൽ പ്രോബ്ലം കൊണ്ടായിരിക്കും. ICക്ക് ഓവർ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ഹീറ്റ് സിങ്ക്സ്, നമ്മൾ ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്യുക, ICക്ക് ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്യുക. ഫോൾട്ട് ഇൻ ദ പവർ ട്രാൻസിസ്റ്റർ, നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്ന പവർ ട്രാൻസിസ്റ്റർ ബാങ്കിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഫോൾട്ടുകൾ വരുന്നതായിരിക്കും. സെയിം കാരണം തന്നെ പവർ ട്രാൻസിസ്റ്ററിലും ഹീറ്റിംഗ് കാരണമാണ് ഈ പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് സിങ്ക്, ട്രാൻസിസ്റ്ററിനും ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്യുക.